മലയാള സിനിമ ആദ്യത്തെ കോടി കിലുക്കാണ്. കോടികളുടെ കിലുക്കുമായിട്ടാണ് മലയാള സിനിമ ആദ്യം പോകുന്നത്. അതിനു മുമ്പൊക്കെ ലക്ഷങ്ങളായിരുന്നു. കിലുക്കം എന്ന് പറഞ്ഞാൽ ആദ്യത്തെ കോടിയാണ്. അവിടെ നിന്നാണ് കോടികൾ വന്നു തുടങ്ങിയത്. അന്ന് ശരിക്കും പറഞ്ഞാൽ തൂവാനത്തുമ്പിൾ കണ്ടിട്ട് അന്ന് നമുക്ക് അത്രയും ഫീൽ, നമ്മൾ കുറച്ച് ചെറുതായിരുന്നു. പക്ഷെ ഇന്ന് കാണുമ്പോൾ ആ സിനിമ എത്ര കണ്ടാലും മതിയാറാത്ത സിനിമ. അത്ര നല്ല സിനിമ, അത്ര അങ്ങനത്തെ ഒരു ലവ് സ്റ്റോറി ഇറങ്ങേണ്ടത് ഒരു ഭയങ്കര സംശയമാണ്. ജോലി എടുത്തേ എനിക്ക് പടം കഴിഞ്ഞിട്ടുള്ള, എനിക്ക് എൻ്റെ ഫ്രണ്ട്സ് കഴിഞ്ഞിട്ടുള്ള ബാക്കിയുള്ളതെന്ന് പറഞ്ഞു. അങ്ങനെ മാടമ്പി സിനിമയ്ക്ക് ഓടുന്ന അലിബായ് സിനിമയ്ക്ക് 2 സമയത്തും ജോലി പോയിട്ടുണ്ട്. എല്ലാവരും കൂടെ കൂടുമ്പോ ആട്ടവും പാട്ടും ഡാൻസും ആയിട്ട് കൂക്കി വിളികളൊക്കെ ആയിട്ട് ഇവിടെ ആഘോഷം ഞങ്ങളുടെ 6 മുതൽ ഞങ്ങളുടെ കൂടെയുള്ള ഒരു സുരേഷ് ഇവിടെ ഉള്ള ആളെ നോട്ടുണ്ട്. ഇവിടെ ഉള്ള ആളെ നോട്ടുണ്ട്. ഞാൻ ചെറുപ്പോലെ ഫാനാണ്. ഞാനൊരു പണ്ട് തൊട്ടേ ഫാനാണ്. നമ്മൾ ഓർമ്മ ഞാൻ ഫുള്ളി ആദ്യമായിട്ട് അങ്ങനെ കാണുന്ന സിനിമ മോഹൻലാലിൻ്റെ ആദ്യ സിനിമയാണ് തിയേറ്ററിൽ കാണുന്നത് തൂവാനത്തുമ്പിളാണ്. അന്ന് ശരിക്കും പറഞ്ഞാൽ തൂവാനത്തുമ്പിൾ കണ്ടിട്ട് അന്ന് നമുക്ക് അത്രയും ഫീൽ, നമ്മൾ കുറച്ച് ചെറുതായിരുന്നു. പക്ഷെ ഇന്ന് കാണുമ്പോൾ ആ സിനിമ എത്ര കണ്ടാലും മതിയാറാത്ത സിനിമ. അത്ര നല്ല സിനിമ, അത്ര അങ്ങനത്തെ ഒരു ലവ് സ്റ്റോറി ഇറങ്ങേണ്ടത് ഒരു ഭയങ്കര സംശയമാണ്. ഞാനൊക്കെ താഴ്വാരം സിനിമയൊക്കെ കാണാൻ വന്നത് ശരിക്കും പറഞ്ഞാൽ അത്ര മുഖം താഴ്വാരം ഞങ്ങൾ കിലുക്കം ഒക്കെ ഇവിടെ വെച്ച് തന്നെ കണ്ടതാണ്. അന്നത്തെ ഇടി കൊണ്ട് കണ്ട സിനിമകളാണ്. ചെറുതായിരുന്നു. ക്യൂവിൽ എന്താ അവിടെ ക്യൂവിൽ നിന്നിട്ട് ഇടി കൊണ്ട് കണ്ട സിനിമ അവിടെ കൗണ്ടറിൽ എൻ്റെ അവിടെ സിനിമകളാണ്. അത്രയും എക്സ്പീരിയൻസ് വർഷങ്ങളോളം ഉള്ളതാണ്. ഞാൻ ആദ്യമായിട്ട് കാണുന്നത് പുള്ളിനെ ജീവിതത്തിൽ ആദ്യമായിട്ട് നേരിട്ട് കാണുന്നത് പട്ടണവേഷം ഷൂട്ടിങ് നമ്മളെ വീടിൻ്റെ അടുത്തായിരുന്നു ഷൂട്ടിങ്. പിന്നെ അന്നോട്ട് മിക്ക ഷൂട്ടിങ് രാജാവിൻ്റെ മകൻ അവിടെയാണ്. ക്ലൈമാക്സ് ഒക്കെ നമ്മുടെ വീടിൻ്റെ അടുത്താണ്. 3-ാം മുറ ഈ സിനിമ ഷൂട്ടിങ്ങിനൊക്കെ നമ്മൾ അവിടെ കാണുന്നുണ്ട്. പക്ഷേ അത് അടുത്ത് കാണാൻ പറ്റാറില്ല. എങ്കിലും പട്ടണവേശത്ത് തൊട്ടടുത്ത് കണ്ടു. പിന്നെ ഇപ്പോൾ നിരന്തരം കണ്ടുകൊണ്ടിരിക്കും, അവിടെയൊക്കെ വെച്ച് കണ്ടുകൊണ്ടിരിക്കും. പിന്നെ ഒരു ഭാഗ്യം കൂടി കിട്ടി എനിക്ക്. ദൃശ്യം സിനിമയുടെ ആർട്ട് വർക്ക് ചെയ്യാൻ കുറച്ച് ഭാഗ്യം കിട്ടി. ആർട്ട് വർക്കിൻ്റെ ഒരു കുറച്ച് ആർട്ട് ഡയറക്ടറല്ല ഞാൻ, പുള്ളിയുടെ അസിസ്റ്റൻ്റായിട്ട് കുറച്ച് വർക്ക് ചെയ്യാൻ പറ്റി. കുറച്ച് പുള്ളിയുടെ ആ സിനിമയിലെ ഒരു സെറ്റ് ഇടാനുള്ള ഭാഗ്യം എനിക്കുണ്ടായി. അതിലെ മെയിൻ ഒരു സീൻ എന്ന് പറഞ്ഞാൽ അതിലെ സാബു താമസിക്കുന്ന പോലീസുകാരൻ താമസിക്കുന്ന വീട് ഞാൻ പണിതാണ്. ഞാൻ ഇവിടെ അവിടെ നിന്ന് അവിടെ തൊടുപുഴ പണിതാണ്. പിന്നെ കുറേ വർഷം ഞാൻ വർഷങ്ങളും രാത്രിയാണ്. പുള്ളി അവിടെ പോയാലും പുള്ളിയോട് അവിടെ പോകാറുണ്ട് ഞാൻ. കാരണം ഇവരുടെ കൂടെ നിൽക്കുമ്പോൾ തന്നെ ഭയങ്കര ഒരു സുഖമാണ്. ഈ നമ്മൾ വേറെ കക്ഷി രാഷ്ട്രീയോ മതമൊന്നും ഇല്ലാതെ ഇവരുടെ കൂടെ നിൽക്കുമ്പോൾ തന്നെ ഒരു ഭയങ്കര ഒരു സന്തോഷമാണ്. അതാണ് ഏറ്റവും വലിയ സന്തോഷം. ഞാൻ ക്ലാസ് കട്ട് ചെയ്ത് പോയത് ഒളിമ്പ്യൻ അന്തോണിയാദത്തിനായിരുന്നു. ക്ലാസ് കട്ട് ചെയ്ത് പോകേണ്ടത് ഇടി കൊണ്ടിട്ട് കണ്ടത് ക്ലാസ് കട്ട് ചെയ്ത്. അന്ന് 7-6 കണ്ട് പഠിക്കും. പത്രം വഴക്കൊണ്ട് ഞങ്ങളെ ചേർത്ത് നിർത്തണത് ലാലേട്ടൻ ബ്ലഡ്സ്. അതെ, ഒറ്റ പേര് ലാലേട്ടൻ. അതല്ലേ മലയാള സിനിമ ആദ്യത്തെ കോടി കിലുക്കാണ്. കോടികളുടെ കിലുക്കുമായിട്ടാണ് മലയാള സിനിമ ആദ്യം പോകുന്നത്. അതിനു മുമ്പൊക്കെ ലക്ഷങ്ങളായിരുന്നു. കിലുക്കം എന്ന് പറഞ്ഞാൽ ആദ്യത്തെ കോടിയാണ്. അവിടെ നിന്നാണ് കോടികൾ വന്നു തുടങ്ങിയത്. ഞങ്ങളെ ലാലിന് ബ്ലഡ്സ് എന്ന് പറയുന്നത് അന്നും ഇന്ന് അത് പടം വിജയിച്ചാലും ശരി, അത് മോശമായാലും ശരി, ഞങ്ങൾ ഇന്നത് കൂടെ തന്നെ ഉണ്ടാവും. ഇതുവരെ തിയേറ്ററിൽ മിസ്സായിട്ടുള്ള പടങ്ങൾ ഇല്ല. അത് ഈ വരെല്ലാം ഉണ്ടാവുന്ന പടങ്ങൾ മാത്രമേ ഉള്ളൂ അന്ന് മുതൽ കണ്ടിട്ടുള്ളൂ, ഇൻക്ലൂഡിങ് ബാബാ കല്യാണി. ഈ പടം വരെ ഉണ്ടായിട്ടുണ്ട്. ജോലി വരെ പോയിട്ടുണ്ട്, നഷ്ടപ്പെട്ടിട്ടുണ്ട്. മാടമ്പിക്ക് ലീവ് കിട്ടിയില്ല. കാണാൻ പോയിട്ട് മണിച്ചിത്രത്താഴ് ഷൂട്ടിങ് ഞാൻ 2 ആഴ്ച കണ്ടിന്യൂസ് ഷൂട്ടിങ് കാണാൻ പോയി പുള്ളിയുടെ സീനിൽ. അപ്പോൾ ഞാൻ വർക്ക് ചെയ്യാൻ പോയിക്കൊണ്ടിരുന്ന ആൾ എന്നെ അവിടെ നിന്ന് ഒഴിവാക്കി. നീ എല്ലാം കഴിഞ്ഞിട്ട് വന്നതെന്ന് പറഞ്ഞു. അങ്ങനെ എന്നെ അവിടെ നിന്ന് എൻ്റെ പണി പോയ ആളാണ് ഞാൻ. അന്ന് ചെറുപ്പമായിരുന്നു. ഷൂട്ടിങ് നടക്കുമ്പോൾ നമ്മുടെ ഹിൽപാലസ് ഷൂട്ടിങ് നടക്കുമ്പോൾ ലാലേട്ടന് വേണ്ടി ശരിക്കും പറഞ്ഞാൽ പണി പോയ 2 പേര്, അതും 2 ജനറേഷനിൽപ്പെട്ട 2 പേരാണ് നിൽക്കുന്നത്. മാടമ്പി സിനിമക്ക് മാടമ്പി സിനിമക്ക് ഞാൻ വളരെ താഴ്മയായിട്ട് ഞാൻ പറഞ്ഞു, ഞാൻ 3 ആഴ്ച കണ്ടിന്യൂസ് വർക്ക് ചെയ്തോളാം. എനിക്ക് മാടമ്പിയുടെ അന്ന് 2 ദിവസം ലീവ് വേണമെന്ന് പറഞ്ഞു. അപ്പം എന്നെ വിനീതമായ സാറ് പറഞ്ഞ്, പുള്ളി വേറൊരു വ്യക്തിയുടെ ഫാനായിരുന്നു, അത് ഞാൻ എടുത്ത് പറയുന്നില്ല. പുള്ളി പറഞ്ഞു അത് തരാൻ പറ്റില്ലെന്ന് പറഞ്ഞു. ഓക്കെ സാർ എന്ന് പറഞ്ഞു. പിറ്റേ ദിവസം തലേദിവസം തന്നെ ഞാൻ പറഞ്ഞു, സാറേ ഞാൻ ജോലി എടുത്തേ, എനിക്ക് പടം കഴിഞ്ഞിട്ടുള്ള, എനിക്ക് എൻ്റെ ഫ്രണ്ട്സ് കഴിഞ്ഞിട്ടുള്ള ബാക്കിയുള്ളതെന്ന് പറഞ്ഞു. അങ്ങനെ മാടമ്പി സിനിമയ്ക്ക് ഓടുന്ന അലിബായ് സിനിമയ്ക്ക് 2 സമയത്തും ജോലി പോയിട്ടുണ്ട്. സാധാരണ ഒരു സിനിമ റിലീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും സിനിമയെ നോക്കുള്ളൂ. ഞങ്ങൾ അവിടെ നോക്കുന്ന സൗഹൃദ ബന്ധം കൂടെയാ. എല്ലാവരും കൂടെ തന്നതാ. എല്ലാവരും ഒരുമിച്ച് കൂടെ തലേ ദിവസം ഇവിടെ വരുമ്പോൾ ഇവിടെ ഞങ്ങളൊരു ഓളമാണ്. എല്ലാവരും കൂടെ കൂടുമ്പോൾ ആട്ടവും പാട്ടും ഡാൻസും ആയിട്ട് കൂക്കി വിളികളൊക്കെ ആയിട്ട് ഇവിടെ ആഘോഷം ഞങ്ങളുടെ.